കിച്ചുവിൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം രേണുസുതി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. പണ്ട് പിടിച്ചു തന്നത് വിധവാ കാർഡ്, ദാരിദ്ര്യ കാർഡ്, പിന്നെ 2 കുട്ടികളെന്ന് പറയുന്ന കാർഡ്, അങ്ങനെയുള്ള കുറേ കാർഡുകൾ കൊണ്ടല്ലോ ഇവൾ ഈ ഈ സാമ്രാജ്യത്തിലോട്ട് കടന്നെത്തിയത്. ഇപ്പം കിച്ചുവിൻ്റെ വാ ഒന്ന് തുറന്നപ്പോഴത്തേനും, അതായത് നിങ്ങൾ ഓർക്കണം, 20% മാത്രമേ കിച്ചു വാ തുറന്നിട്ടുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ രേണുസുതി പെട്ടു. കാരണം അതേപോലെയുള്ള കാര്യങ്ങൾ അവൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ ഇതായിട്ട് തന്നെ ബാക്കിയുള്ള നാട്ടുകാരുണ്ടല്ലോ, നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെ വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഈ മോള് ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും നമുക്കൊന്ന് കേട്ടു നോക്കാം ഇവള് പറയണത് കേട്ടോ. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. അതെ, തുറക്കാൻ പറ്റുന്നില്ല. ഫേസ്ബുക്ക് ഞങ്ങൾക്കും തുറക്കാൻ പറ്റുന്നില്ല. പാവം ഞങ്ങളിങ്ങനെ മാസം റീചാർജ് ചെയ്തിട്ട് നിൻ്റെ ഫോട്ടോ നിൻ്റെ വീഡിയോസ് മാത്രം കണ്ട് കണ്ട് ഇപ്പം ഞങ്ങൾക്കും തുറക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നേക്കണം. പ്രത്യേകിച്ച് ഈ കിച്ചുവിൻ്റെ കേസും കൂടി വന്നപ്പോഴത്തേനും നിനക്ക് ഒട്ടും തുറക്കാൻ പറ്റത്തില്ല. അത് വേറൊരു കാര്യവും. കാരണം വെറും 20% വെളിപ്പെടുത്തിയപ്പോഴേ നിൻ്റെ തൊലി ഉരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കുഞ്ഞ് വേറെ പല കാര്യങ്ങളോട് വെളിപ്പെടുത്താൻ ഇതാക്കി കഴിഞ്ഞാൽ നീ എങ്ങനെ ആയിരിക്കും, നിൻ്റെ ഗതികേട് എന്തായിരിക്കും, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒക്കെ കേൾക്കാം. ഇവർക്ക് ഈ കണ്ടന്റോളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. അയ്യോ മോളെ, വേറൊരു കാര്യം പറയട്ടെ നിന്നോട്. ഈ കണ്ടന്റോളികൾ ഉള്ളത് കൊണ്ടാണ് നീ ഈ കിടന്ന് നീ ഈ നിലവരെ എത്തിയത്. അതായത് നിൻ്റെ ഉള്ള കള്ളത്തരം മുഴുവൻ കാണിച്ചിട്ടാണ് നീ ഇവിടെ എത്തിയത്. നീ എന്താ സിമ്പതിയും ആ കുഞ്ഞുങ്ങളുടെ കാര്യം, ആ വീട് വെച്ച് തന്ന അവരെയും എല്ലാവരെയും കുറ്റപ്പെടുത്തിയിട്ടാണ് നീ ഇവിടെ വന്ന് നിൽക്കുന്നത്. നീ ബാറിൽ നിൻ്റെ വീട്ടുകാരുടെ സ്വഭാവം അടക്കം മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ. നിനക്ക് അല്പമെങ്കിലും നിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നിൻ്റെ കൊച്ചിൻ്റെ തന്തയല്ലേടി അയാളോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ ശരീരം അയാൾക്ക് താല്പര്യമില്ലാത്തൊരു രീതിയിൽ കൊണ്ട് ദഹിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കൊടുക്കാനായിട്ട് നീ കൊടുക്കുമായിരുന്നു. ആ ഒരു ഇതും കൂടി നീ അയാൾക്ക് കൊടുത്തില്ലോടി. ആ ഒരു സ്നേഹവും കൂടി നിനക്ക് അയാൾക്ക് കൊടുക്കാൻ തോന്നിയില്ലോടി. ഒരു തരത്തിൽ പോലും നീ അയാളെ സ്നേഹിച്ചിട്ടില്ലേടി. നീ നിൻ്റെ അച്ഛനും നിൻ്റെ അളിയനൊക്കെ പറഞ്ഞ അനുസരിച്ച് നീ അങ്ങ് ജീവിച്ചില്ലേടി. നീ ആ കുഞ്ഞിനെങ്ങള് ഒന്ന് ഓർക്കണ്ടായിരുന്നു. എന്തിനാടി ആ മൂത്ത മകനാണല്ലോ കിച്ചു, അവനോടല്ല ചോദിക്കേണ്ടത്. നീ നിൻ്റെ ഇഷ്ടപ്രകാരമാണ് എല്ലാം ചെയ്യേണ്ടത്. നിൻ്റെ ഭർത്താവാന്ന് വിചാരിച്ചിട്ട് നിന്നെക്കാളും മുന്നേ അധികാരമുള്ളവനാണ് അവൻ. നീ രണ്ടാമത് വന്നതാ. അവൻ്റെ ഒരു സമ്മതം കൊണ്ട് വന്നവളാ നീ. ആ ഇതിനെ നീ എന്താ കച്ചവടമാക്കി എടുത്തില്ലേടി. ആ മനുഷ്യൻ്റെ ശരീരത്തിനെയും കൂടി നീ എന്താ ചെയ്തത്? നീ അതിനെയും കൂടി നീ കച്ചവടമാക്കി എടുത്ത. അദ്ദേഹത്തിൻ്റെ സ്പ്രേ ഉണ്ടാക്കി നീ കച്ചവടമാക്കി. ആ രീതിയിൽ നീ റീച്ച് ഉണ്ടാക്കി. നീ അങ്ങനെ വന്നവളല്ലേടി. നിനക്ക് എന്ത് അധികാരം ഇരിക്കണം നീ പറയണ പോലെ കുറച്ച് കരുണ കാണിക്കാനായിട്ട്? നിനക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഒരു അർഹത പോലുമില്ല ആ മനുഷ്യൻ്റെ പേരിൽ ഒരു കാരുണ്യം കിട്ടാനായിട്ട്. നീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിഞ്ഞു കയറി വന്നവളാണ്. നീ ഇടിച്ചു കയറി വന്നതാണ് നീ ഇങ്ങോട്ടേക്ക്. നീ സത്യം പറഞ്ഞാൽ കല്യാണം കഴിച്ചത് പോലും നീ കല്യാണം കഴിച്ചത് പോലും അദ്ദേഹത്തിൻ്റെ ഫെയിം കണ്ട് മാത്രമാണ്. അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടല്ല. അല്ലാതെ നീ ഈ ഒരു കൊച്ചുള്ള അയാളെ സ്നേഹിക്കുമോ നീ? അത് കഴിഞ്ഞിട്ട് നീ എന്നാ കാണിച്ചു കൂട്ടിയത്? ആ കുഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നീട് നിനക്ക് ആ കുഞ്ഞിനെ വേണ്ട. അത് നിൻ്റെ കാര്യം. അതായത് നിനക്ക് അയാളെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിനക്ക് ആ കുഞ്ഞിനെ വേണ്ട. ആ കിച്ചു എന്ന് പറഞ്ഞ മകൻ നിനക്കൊരു അധികപ്പറ്റായിരുന്നു. നീ എന്തൊക്കെ ക്രൂരതകളാടി ആ കുഞ്ഞിനോട് കാണിച്ച. ആ കൊച്ചിന് ആകെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മയില്ലാത്തൊരു സാഹചര്യത്തിൽ ആ കൊച്ചിനെയും അച്ഛനെയും തമ്മിൽ വേർപെടുത്താനല്ലേ നീ നോക്കി വെക്കണം. നിന്നെ സത്യം പറഞ്ഞാലല്ലേ നായിൻ്റെ മോളെന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല. നിന്നെ പല ഇതിന് ഉണ്ടായ മകളെന്ന് തന്നെ വിളിക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് വെറുപിടിച്ച ഒരു പ്രത്യേകതരം നികൃഷ്ട ജീവിയാണ് നീ. എന്നെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാവം, അപരാധം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇന്നലെ ഭൂമിയിലോട്ട് പൊട്ടി വീണത് ഒരു അപരാധം ചെയ്യാത്ത നല്ലൊരു മോള. ഈ രേണുസുതി സപ്പോർട്ട് ഉണ്ടല്ലോ, അത് വീണ്ടും വേണം. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്, രേണുസുതി ടീംസ് ഉണ്ടല്ലോ, അവർ വീണ്ടും വരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. കാരണം അന്ന് ഇവൾക്ക് റീച്ച് കിട്ടിയത് എങ്ങനെയാണ് അവൾക്ക് റീച്ച് കിട്ടിയത്? അതായത് പാവപ്പെട്ടവള്, കുടുംബം നോക്കാൻ കഷ്ടപ്പെടുന്നവള്, പിന്നെ 2 കുഞ്ഞുങ്ങളുടെ അമ്മ, വിധവ, വീടില്ല, ദാരിദ്ര്യമാണ്, മുഴുവൻ കടമാണ്. ആ രീതിയിലേക്കാണ് ഇവൾക്ക് റീച്ച് കിട്ടിയത്.
അപ്പം അങ്ങനെ കുറേ സപ്പോർട്ടേഴ്സ് ഇവൾക്ക് ഉണ്ടായിരുന്നല്ലോ, ആ സപ്പോർട്ട് ഇവൾക്ക് വീണ്ടും വേണം. അതിനാണ് ഇവൾ അടുത്ത നാടകമായിട്ട് വന്നിരിക്കുന്നത്. എന്താ അല്ലേ, ഒരു കണ്ടന്റാണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോൾ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവൾ കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവൾ മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാം, കാരണം ഇത് കേൾക്കാതിൻ്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അപ്പുറമൊന്നും നീ കേട്ടിട്ടില്ല. സത്യങ്ങൾ വന്നപ്പോഴാണ് നിനക്ക് വിഷമമാകാൻ തുടങ്ങിയത്. അതായത് സത്യങ്ങൾ പുറത്തോട്ട് വന്നത്. അതായത് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് കിട്ടുന്ന ഒരു കൊച്ചാണ് ഈ കിച്ചു സുധി എന്ന് പറഞ്ഞാൽ. ആ കിച്ചു സുധീനെയും പിടിച്ചോണ്ടായിരുന്നു ഇവളുടെ ഇത്രയും നാളത്തെ കളി. ഇവളുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന മറ്റേ പണ്ടാരം തുടങ്ങിയ പിന്നെ, കാരണം ആ കൊച്ചിനെ വരെ സമാധാനക്കേടായി. ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പല വീഡിയോസിൽ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇവള് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കാൻ നേരത്തെ, അതായത് ഈ സബ്സ്ക്രിപ്ഷനിലൂടെ ഇവൾ ഈ ശരീര പ്രദർശനം നടത്താൻ നേരത്തെ ഈ കിച്ചു എന്നുള്ള മകനെ കുറിച്ച് ഇവൾ ചിന്തിക്കുന്നുണ്ടോ? ഇളയ കുഞ്ഞാണെങ്കിൽ പോട്ടെ, ഇളയ കുഞ്ഞിനൊന്നും അറിയത്തില്ല, കുഞ്ഞാണ്, ഇളയ കുഞ്ഞിനാണെങ്കിൽ ഒന്നും അറിയത്തില്ല. ഈ കിച്ചു എന്ന മകനെ കുറിച്ച് ഇവൾ ഓർക്കാറുണ്ടോ? ഇവൾക്ക് അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ അഞ്ജു പത്രോസ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുറകിലുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. നമ്മുടെ അച്ഛനുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇവൾക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. കാരണം ഇവൾക്ക് എന്താ, ഇവളുടെ ചിന്ത വേറെയാണ്. അങ്ങനെ ഒരു മകളായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു അമ്മയായിരുന്നെങ്കിൽ ഇവൾ ആ കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചേനെ. ഈ കിച്ചു എന്ന് പറഞ്ഞ മകനെ കുറിച്ച് ഇവള് ചിന്തിച്ചേനെ. ഇവള് പക്ഷെ ഇവളെന്താ ചെയ്തത്? ഇവളതൊന്നും ചിന്തിച്ചില്ല. ഈ കൊച്ചിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. കൊച്ചു തന്നെ പറയുന്നുണ്ട്, അതായത് ഫ്രണ്ട്സിൻ്റെ പാരൻസൊക്കെ ഇവനോട് വൾഗറായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നു എന്ന്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവൾ കാണിക്കുന്ന എല്ലാ നാറിത്തരങ്ങളും, തെണ്ടിത്തരങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല, ചെറ്റത്തരങ്ങളും ഈ ഫ്രണ്ട്സിൻ്റെ പാരൻസും കൂടി കാണണമല്ലേ. അപ്പം എന്തൊക്കെ വന്നാലും ആ കൊച്ചിന് എന്ത് വിലയുണ്ടാവും? അതൊക്കെയാണ് നമ്മളിതിന് മുന്നേ ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും രേണുസുതി സപ്പോർട്ടേഴ്സ് വന്ന് പറയുമ്പോൾ അവൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ, നിങ്ങൾ ആരും ചിലവിന് കൊടുക്കില്ലല്ലോ, നിങ്ങളാരും ചിലവിന് കൊടുക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തത് വരുന്നതായിരുന്നു. ഇനി ബാക്കി കൂടി കേട്ടാം. ഇവളെ റീച്ചിനുള്ളിൽ അടുത്ത നാടകമാണ്. സപ്പോർട്ടേഴ്സിന് വേണ്ടിയിട്ടാണ് ഇവളി കിടന്ന് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും രേണുസുതിയുടെ സപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ, അവരെല്ലാവരും മറക്കാതെ വരണം ഈ വീഡിയോയ്ക്ക് താഴെ കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാം, കാരണം ഇത് കേൾക്കാതിൻ്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല. രേണുസുതിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഈ പരത്തെറി വിളിക്കുന്നതെന്ന്. ഇപ്പം രേണുസുതിക്ക് അറിയില്ല. മകളെ നിന്നെ ഇപ്പം ആൾക്കാർ എന്തിനാണ് പരത്തെറി വിളിക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞുതരാം. സുധിയുടെ മകൻ്റെ വീഡിയോ ഉണ്ടല്ലോ, ആ മകൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇപ്പോൾ നിന്നെ എല്ലാവരും പരത്തെറി വിളിക്കണത്. അതായത് സുധിയുടെ മകൻ്റെ വീഡിയോ, അതായത് നിൻ്റെ മൂത്ത മകൻ എന്ന് നീ വിശേഷിപ്പിക്കുന്നു, അതായത് സുധിയുടെ മൂത്ത മകനായ കിച്ചു സുധിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഇപ്പോൾ നിന്നെ ആൾക്കാർ പരത്തേറി അരഞ്ചം പുറഞ്ചം വിളിക്കുന്നതിൻ്റെ കാര്യം. അതാദ്യം മകൾ മനസ്സിലാക്കണം കേട്ടോ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. എത്ര കാലം ഒരു സത്യങ്ങൾ മറച്ചു വയ്ക്കാൻ സാധിക്കും? ഒരിക്കലുമില്ല. ഒരുപാട് നാളൊന്നും ഒരു സത്യം മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. നീ ഇപ്പം ഭീഷണി മുഴുക്കുന്നതിൻ്റെ കാര്യം എന്താ? നീ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴുക്കുന്നതിൻ്റെ കാര്യം എന്താ? നീ ആ കൊച്ചിനെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? അവൻ ഇനിയും വിളിച്ച് പറഞ്ഞല്ല, അതായത് അവൻ 20% മാത്രമേ അവൻ വിളിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഇനിയും അവൻ വിളിച്ച് പറഞ്ഞാൽ നീ ഇങ്ങനെ ചെയ്യുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ? ആ കൊച്ചിൻ്റെ മാനസികാവസ്ഥ നീ മനസ്സിലാക്കുന്നില്ല. നിനക്ക് ജീവിക്കണം, പക്ഷെ അവൻ വേറെ ആർക്കും ജീവിക്കേണ്ട, ആ കുടുംബത്തിലുള്ള വേറെ ആർക്കും ജീവിക്കേണ്ട. അവൻ്റെ അച്ഛൻ്റെ പേര് നീ ഉണ്ടാക്കിയെടുത്തതല്ലേടി ഈ നാറിയ പേരും മറ്റതും മറിച്ചതൊക്കെ. ഇനി രേണുമോള് ഒരു കാര്യം മനസ്സിലാക്കുക, ഇനി നീ കൂടുതൽ നാടകം കളിക്കാൻ ഈ കരച്ചിൽ കാർഡായിട്ടൊന്നും ഇനി ഇറങ്ങാൻ നിൽക്കേണ്ട. കാരണം നീ കിടന്ന് കരഞ്ഞു കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കൊച്ച് എന്തുമാത്രം ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് ആ കൊച്ചിൻ്റെ വീഡിയോയിൽ കൂടി നമുക്ക് മനസ്സിലാവും. ആ കൊച്ചിൻ്റെ മാനസികാവസ്ഥ എന്തെന്ന് നമുക്ക് മനസ്സിലാവും. അവൻ പറഞ്ഞതിലൊന്നുമില്ല, ഒരംശം പോലും കള്ളത്തിലുമില്ല. പക്ഷെ നീ നീ പറഞ്ഞു കൂട്ടുന്നതിലൊക്കെ ഒരുപാട് 100 അല്ലെങ്കിൽ 1000 തരത്തിലുള്ള കള്ളത്തരങ്ങളുണ്ട്. നീ പഠിച്ച കള്ളിയല്ല, നീ പെരുങ്കള്ളി. നീ നിൻ്റെ വീട്ടുകാരൻ, നിൻ്റെ തന്ത അടക്കം, നിൻ്റെ വീട്ടിലെ ഓരോ
സാധനങ്ങളുണ്ടല്ലോ, ഇപ്പം നേരത്തെ തള്ളവാകുമെന്ന് വിചാരിച്ചു, പക്ഷെ അവരും ഈ കണക്ക് തന്നെ. കാരണം ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് വേണ്ടൊരു സൗരഭ്യം എന്നല്ല പറയണത്, അതേപോലെ തന്നെ നീയും നിന്റെ കുടുംബം മുഴുവൻ നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ആ കൊച്ചിനെ നീ ഇപ്പം പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഈ നാടകം സൃഷ്ടിച്ചത്, ആത്മഹത്യ ഭീഷണി എന്ന് പറഞ്ഞാൽ. ആ കൊച്ചൊരു പാവമായതുകൊണ്ടല്ലേ എടി. നിന്റെ ഫാമിലിയുടെ ഉദ്ദേശം എന്താണെന്ന് നന്നായിട്ട് അറിയാം. എന്താണെന്ന് വെച്ചാൽ ആ ഇൻഷുറൻസ് പൈസ, അതായത് ഈ സുധിയുടെ ഇൻഷുറൻസ് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നീ ഈ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യം അറിയാം. നീ ഈ കൊല്ലങ്ങളോളം നീ കല്യാണം കഴിക്കാതിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, നീ ആരെ വേണമെങ്കിലും കെട്ടിക്കോ, ഒരു കുഴപ്പമില്ല, നീ കെട്ടണം. നീ കെട്ടി നിനക്ക് അതിൽ കൂടി നിനക്ക് മനസ്സിലാവണം. നീ നിൻ്റെ സ്വന്തം നീ പ്രസവിച്ചൊരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനോട് നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണ എന്താ? ആ കൊച്ചിനോട്, അതായത് ഈ കിച്ചുവിനോട് ചെയ്ത അതേപോലെ തന്നെയല്ലേ. അവന് ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്തു, ഇവിടെ ആ കൊച്ചിന് ഫോൺ വാങ്ങിച്ചു കൊടുത്തു. അതല്ലേ നീ ഇപ്പം ചെയ്യണത്? നിനക്ക് നാണൂല്ലേടി? എടി തള്ളയായി കഴിഞ്ഞാലേ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം, അല്ലാതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടന്നാൽ പോരാ, മനസ്സിലായോ? നിന്റെ വീട്ടുകാർ, നിന്റെ തന്തപ്പടിയൊക്കെ ആ കൊച്ചിനെ എന്ത് രീതിയിലായിരുന്നു നോക്കണം? ആ കൊച്ച് നിന്റെ തന്തപ്പടിയൊക്കെ മര്യാദക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ കുഞ്ഞ് ഒരു ഫോൺ അഡിക്റ്റ് ആവില്ല. നിന്റെ മകൻ ഇപ്പം ആ രീതിയിലാണ്. കുറച്ചുകൂടി കഴിഞ്ഞ് നിന്റെ വിചാരം എന്താ, ഈ നേട്ടം നിനക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നതാണോ? ഒരിക്കലും ഇല്ല. നിനക്ക് ഇത് നിന്റെ നീയല്ലേ ആളിക്കത്തുന്നൊരു തീയാ നീ. അത് ഉടൻ തന്നെ ആണേ, നീ അത് കണ്ടോ. നമുക്ക് അതിന് വേണ്ടി നീ കാത്തിരിക്കാം.